ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജാസ്മിൻ. നമ്മുടെ ഭക്ഷണത്തിലൊക്കെ പ്രത്യേകിച്ച് ബിരിയാണിയിൽ ഉപയോഗിക്കുന്ന ബേ ലീവ്സിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ നമുക്ക് എങ്ങനെ കിട്ടാം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. പുരാതന ഗ്രീക്ക്, റോമൻ കാലങ്ങളിൽ മുതൽ ഈ ഇലയെ വളരെ വിശുദ്ധമായിട്ടാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഒളിമ്പിക് ചാമ്പ്യന്മാർ ഇതിൻ്റെ ഇല കൊണ്ട് റീത്തുണ്ടാക്കിയിട്ട് തലയിൽ വെക്കുമായിരുന്നു, അംഗീകാരം, മഹിമ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓറക്കിൾ അറ്റ് എൽഫിയെക്കുറിച്ച് കേട്ടിട്ടുള്ളവർക്കറിയാം, ഭാവി പ്രവചിക്കുന്നതിന് മുന്നേ ഈ ബേ ലീവ്സ് അവർ ചവയ്ക്കുമായിരുന്നു. കാരണം ഇത് ചവച്ച് കഴിയുമ്പോൾ ബ്രെയിൻ നല്ല രീതിയിൽ ഉണരുമെന്നും ഭാവി പ്രവചിക്കാനൊക്കെ അത് സഹായിക്കും എന്നവർ വിശ്വസിച്ചിരുന്നു. അത്രയും പരിശുദ്ധമായിട്ടും ഒത്തിരി മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതായിട്ടും മനുഷ്യനെ അത്രയും സഹായിക്കുന്നതുമാണ് പുരാതന കാലം മുതലേ ഈ ബേ ലീവ്സ്. നമ്മൾ ഇന്ന് അതിനെ ആഹാരത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്കും ഇതേപോലെ അതിൻ്റെ ഗുണങ്ങൾ, കാരണം അതിനകത്ത് ഒത്തിരി നല്ല എസൻഷ്യൽ ഓയിൽസ് ഉണ്ട്. നമുക്ക് പനിയുള്ളപ്പോഴേ അല്ലെ ഒരു ക്ഷീണമൊക്കെ തോന്നുമ്പം ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റിലാക്സേഷന്, പോസിറ്റിവിറ്റി ഒക്കെ കിട്ടും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു 5-6 ബേ ലീവ്സ് എടുക്കുക, കത്തിക്കുക. ഇത് ഉണങ്ങിയതായതുകൊണ്ട് തന്നെ പേപ്പർ കത്തുന്ന പോലെ കത്തും. എന്നിട്ട് അതൊരു റൂമിൽ വെച്ചിരിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ റൂമിലേക്ക് വരുമ്പോൾ ഈ റൂം മുഴുവൻ ഇതിൻ്റെ മണമായിരിക്കും. ആ മണം നമ്മൾ കൊണ്ടു കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു നല്ല റിലാക്സേഷൻ, പനിയുണ്ടെങ്കിൽ ഒക്കെ സഹായിക്കും. നമുക്ക് നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കഴിയുമ്പം അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്നും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുമെങ്കിൽ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും താങ്ക്